ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സലിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ടൂളുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് പ്രധാനപ്പെട്ട ടൂളുകളെന്ന് വെച്ചാൽ, ഒന്ന് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു ടൂളും അതുപോലെ തന്നെ രണ്ട് ഫ്രീ സ്പാൻ എന്ന് പറയുന്ന ടൂളും. ഈ രണ്ട് ടൂളിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഫീച്ചറിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തിനാണ് എക്സലിൽ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കുന്നത് വെച്ചാൽ, റോയിൽ കിടക്കുന്ന ഡാറ്റേനെ കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും കോളത്തിൽ കിടക്കുന്ന ഡാറ്റയെ റോയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണെന്ത്, ട്രാൻസ്പോസ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ട്രാൻസ്പോസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റാ സെറ്റിൽ ഡാറ്റ കിടക്കുന്നത് എങ്ങനെയാണ്, റോയിലാണ് അല്ലേ. ഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയീസ് നെയിം എന്ന് കൊടുത്ത് പ്രകാശ്, രാജേഷ്, ബിനു, സൽമാൻ, ആതിര, അമ്മു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയ ഡാറ്റ എങ്ങനെ കിടക്കുന്നത്, റോലാണ് കിടക്കുന്നത് അല്ലേ. ഈ റോല് കിടക്കുന്ന ഡാറ്റയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ത്, ട്രാൻസ്പോസ്. അപ്പോൾ ട്രാൻസ്പോസ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ട്രാൻസ്പോസ് ചെയ്യേണ്ട ഡാറ്റ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ സി, കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കീ ആയ കൺട്രോൾ സി അടിക്കുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണോ ട്രാൻസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോളത്തിലേക്കാണോ ട്രാൻസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കീ ഉണ്ട് എക്സലിൽ. പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഷോർട്ട് കീ ആയ കൺട്രോൾ ആൾട്ട് വി പ്രസ് ചെയ്യുക. കൺട്രോൾ ആൾട്ട് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ അടിക്കുക. അപ്പോൾ നോക്കിയേ, ഇപ്പം എന്താ സംഭവിച്ചത്, റോയിൽ കിടക്കുന്ന ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തു, കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നേരെ ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാം. ഈ കോളത്തിൽ കിടക്കുന്ന ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, റോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെയാണ്, ഈ കോളത്തിൽ കിടക്കുന്ന ഡാറ്റ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ സി, കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കീ ഉപയോഗിക്കുക. ദെൻ ഏത് റോയിലേക്കാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ആൾട്ട് വി പ്രസ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ട്രാൻസ്പോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഈ കോളത്തിൽ കടന്നിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തു, റോയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കോളത്തിൽ കിടക്കുന്ന ഡാറ്റയെ റോയിലേക്ക് കൺവേർട്ട് ചെയ്യാനും റോയിൽ കിടക്കുന്ന ഡാറ്റയെ നമുക്ക് കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഫംഗ്ഷനാണത് ട്രാൻസ്പോസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ സ്പാൻ എന്ന് പറയുന്ന ടൂളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്കൊരു സ്ഥാപനത്തിലെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫുൾ നെയിം, ന്യൂ ഐ ഡി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, ഫുൾ നെയിം കണ്ടെത്താൻ എന്താ ചെയ്യുക, നമ്മൾ പിന്നെ ഒന്നാമത്തെ എംപ്ലോയിയുടെ ഫുൾ നെയിം എന്താണ്, ശ്രീരാഗ് ഭക്തപ്രിയ അല്ലേ. രണ്ടാമത്തെ എംപ്ലോയിൻ്റെ നെയിം ലാൽ ജോസ്. അപ്പോൾ ഫുൾ നെയിം കണ്ടെത്താനായിട്ട് നമ്മളിവിടെ ടെക്സ്റ്റ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. എന്താണത്, കോൺകാറ്റനേറ്റ് ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, കോമ, ഡബിൾ കോമ കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക, ഡബിൾ കോമ ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക, ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെ ഒക്കെ ഫുൾ നെയിം നമുക്ക് എക്സൽ കണ്ടെത്തി തരും. നമ്മൾ ന്യൂ ഐ ഡി കണ്ടെത്തണം. ന്യൂ ഐ ഡി എങ്ങനെ വരേണ്ടത്, ഇപ്പോൾ ശ്രീരാഗ് ഭക്തപ്രിയം എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഐ ഡി 100 ന്യൂ ഐ ഡി വരുമ്പോൾ LT എന്ന് ഐ ഡീൻ്റെ മുന്നിൽ വരണം. അതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുക, കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആൻഡിൻ്റെ സിമ്പിൾ വെച്ചിട്ട് അതും ചെയ്യാൻ പറ്റും കേട്ടോ. സീക്വൽ ടു LT എന്ന് കൊടുക്കുക, ദെൻ ആൻഡിൻ്റെ സിമ്പിൾ കൊടുക്കുക, എന്നിട്ട് ന്യൂ ഐ ഡി സെലക്ട് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നോക്കിയാൽ ന്യൂ ഐ ഡി നമുക്ക് കോൺകാറ്റനേറ്റിൻ്റെ പകരം ആൻഡിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ടെക്സ്റ്റുകൾ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും ന്യൂ ഐ ഡി നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഞാൻ ഇവിടെ നോക്കിയേ, കോളത്തിൻ്റെ പേര് എങ്ങനെയാണ്, ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കോൺടാക്ട് നമ്പർ, ഫുൾ നെയിം, ന്യൂ ഐ ഡി അങ്ങനെയാണ്. ഞാൻ ഈ പിന്നെ താഴത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, താഴത്തെ റോയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് റോൻ്റെ ഹെഡിങ് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. റോൻ്റെ ഹെഡിങ് ഒന്നും കാണാൻ പറ്റുന്നില്ല. റോൻ്റെ ഹെഡിങ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോൻ്റെ ഹെഡിങ്ങൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീസ് ചെയ്യാൻ പറ്റും, ഫിക്സഡ് ആക്കി നിർത്താൻ പറ്റും. അതിനുള്ള ഫീച്ചറാണെന്ത്, ഫ്രീ സ്പാൻ എന്ന് പറയുന്ന ഫീച്ചർ. ഓക്കെ,
അപ്പോൾ ഫ്രീ സ്പാൻ എന്ന് പറയുന്ന ഫീച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് റോൻ എന്ത് ചെയ്യാൻ ഫിക്സഡ് ആക്കി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചറാണെന്ത്? ഫ്രീ സ്പാൻ. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ B2 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. B2 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ടാബിലേക്ക് പോവുക. വ്യൂ ടാബ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ സ്പാൻ എന്ന് പറഞ്ഞ് വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഫ്രീ സ്പാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ആ ഫ്രീ സ്പാനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതിന് തൊട്ട് താഴെ ഫ്രീസ് ടോപ്പ് റോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രീസ് ഫസ്റ്റ് കോൾ ഉണ്ട്, ഫ്രീസ് ടോപ്പ് റോ ഉണ്ട്, ഫ്രീസ് പാൻ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഫ്രീസ് ടോപ്പ് റോയിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇനി ഞാൻ താഴത്തോട്ട് എടുക്കുന്ന സമയത്ത് നോക്കി ആ ടോപ്പ് റോ മോളത്തെ റോ എന്താവും? ഫിക്സഡ് ആവും. അത് ചേഞ്ച് ആവില്ല. കണ്ടോ? മോളത്തെ റോ നോക്കിയേ, ഒന്നാമത്തെ റോ എന്തായി? അവിടെ ഫിക്സഡ് ആയി നിന്നു. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീസ് പാൻ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഫ്രീസ് ചെയ്ത പാനെ അൺഫ്രീസ് ചെയ്യാനും പറ്റും. ഞാൻ B2 എന്ന് പറഞ്ഞ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫ്രീസ് പാനിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺഫ്രീസ് പാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീസ് പാൻ എന്താവും? റിമൂവ് ആവും. അപ്പോൾ അത് ഫ്രീസ് ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ടോപ്പ് റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ B2 എന്ന് പറഞ്ഞ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീസ് പാനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏത് കോളായിരിക്കും ഫ്രീസ് ആയിട്ടുണ്ടാവുക? ID എന്ന് പറയുന്ന കോളം ഫ്രീസ് ആയിട്ടുണ്ടാവും. ഞാൻ ഓരോ കോളത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നോക്കിയേ, ഫസ്റ്റ് കോളം എന്തായി? ഫ്രീസ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ID എന്ന് പറയുന്ന കോളം ഫ്രീസ് ആയിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീസ് പാൻ. ഫ്രീസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് B2 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രീസ് പാനിൽ ക്ലിക്ക് ചെയ്ത് അൺഫ്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഫ്രീസ് പാൻ എന്താവും? റിമൂവ് ആവും. ഓക്കെ, സോ അങ്ങനെ കുറേ ഡാറ്റ ഉള്ള സമയത്ത് നമുക്ക് ഫ്രീസ് പാൻ ചെയ്ത് കഴിഞ്ഞാൽ കോളം ഹെഡിങ്ങോ റോ ഹെഡിങ്ങോ ഫിക്സഡ് ആക്കി നിർത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ താഴത്തോട്ട് പോയിട്ട് കോളം ഹെഡിങ് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? മൂവ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സലിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ട്രാൻസ്പോസും ഫ്രീ സ്പാനും. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.